ജന്മാതിസേതുന്നയാതിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷാ ദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാ നല്ല മനസ്സുള്ളവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 6-ാം അധ്യായം. പൊതുവെ ആ ഒരു വിഷയത്തിൽ വിരാട് വിഭൂതി എന്നാണ് പേര് പറയുക. വിഷയത്തിന് വിരാട് വിഭൂതി എന്ന് പറഞ്ഞാൽ ഏതേത് വിരാട് പുരുഷൻ്റെ അവയവങ്ങളിൽ നിന്ന് ഏതൊക്കെ ഉണ്ടായി എന്ന് വിവരിക്കുന്ന ഒരു വർണ്ണനയാണല്ലോ അത്. സൂര്യൻ, അതാണ് ഭഗവാന്റെ, അതായത് കണ്ണുകളിൽ നിന്നുണ്ടായി, കൈകളിൽ നിന്ന് ലോകപാലന്മാർ ഉണ്ടായി, അതുപോലെ തന്നെ രോമങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളുണ്ടായി, കേശം ശ്മശ്രു മുകളിലൊക്കെ നഖങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നൊക്കെ വിരാട് പുരുഷൻ്റെ ഇന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ ഇന്ന സംഗതികൾ ഉണ്ടായത് എന്ന ഉൽപ്പത്തി വർണ്ണനത്തിനാണ് വിരാട് വിഭൂതി എന്ന വിഷയപ്പേര് പറയുന്നത്. ഇനി അടുത്ത കാര്യം പറയുന്നു. 7-ാമത്തെ ശ്ലോകം. സർവകാമ വരസ്യാഭിഹരേ ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേ. ഹരിയുടെ, വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഹരിയാണല്ലോ ഇവിടെ, ചരണ പാദങ്ങളിൽ നിന്ന്, പാദം, സർവകാമവരസ്യ സകലങ്ങളായ അഭീഷ്ടങ്ങളെ വരിക്കുന്നതിനും ആസ്പദം, ഭക്താനാം കാമവർഷദ്വിതുരുകിസലയം നാദതേ പാദമൂലം. ഭഗവത് പാദപത്മങ്ങളെല്ലാ അഭീഷ്ടങ്ങളും ഭക്തന്മാർക്ക് കൊടുക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് അഭീഷ്ടങ്ങളെ വരിക്കുന്നതിൻ്റെ ആസ്പദമായിട്ട് പാദങ്ങളെ പറഞ്ഞിരിക്കുന്നു. ഇനി വെള്ളത്തിന് വീര്യസ്യ അപാം വീര്യസ്യ, ഭഗവാന്റെ രേതസ് അല്ലെങ്കിൽ ശുക്ലം, അതാണ് വെള്ളത്തിൻ്റെ സ്ഥാനത്ത് കൽപ്പിച്ചത്. മഴയോ ബാക്കി ജലത്തിൻ്റെ സ്ഥാനത്ത് ഭഗവാന്റെ വീര്യം കൽപ്പിച്ചിരിക്കുന്നു. സർഗസ്യ സൃഷ്ടിക്കും, പർജന്യസ്യ മേഘത്തിനും പ്രജാപതിക്കും സൃഷ്ടിച്ചിരിക്കുന്നു. മഴയാവട്ടെ പ്രജാപതി, പ്രജകളെ സൃഷ്ടിക്കുന്ന പ്രജകളുടെ പതിയാണ് പ്രജാപതി. അപ്പം അതാണ് മേഘം ആയിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. എല്ലാ ആഗ്രഹപൂരണത്തിൻ്റെയും സ്ഥാനം പാദം, ജലം ഭഗവാന്റെ രേതസ്, സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് മേഘവും. 3 കാര്യം ആ ശ്ലോകത്തിൽ പറഞ്ഞു. പുംസശിഷ്ണ ഉപസ്തത്വ പ്രജാത്യാനന്ദ നിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. ഏ നാരദ, പുംസ വിരാട് പുരുഷൻ്റെ ശിഷ്ണം, ഉത്പാദനാവയവം, ജനനേന്ദ്രിയം, ഉപസ്ഥമാകട്ടെ പ്രജാത്യാനന്ദ നിർവൃതേ, പ്രജാർത്ഥമുള്ള അത്യാനന്ദ ഹേതുവരായിട്ടുള്ള സുഖത്തിനും പായു എന്ന ഇന്ദ്രിയത്തിനും യമനും മിത്രനും പരിമോക്ഷസ്യ വിസർജനത്തിനും ആയിട്ട് പറയുന്നു. അപ്പം 7ഉം 8ഉം ശ്ലോകങ്ങൾ പറയാണ്. പുരുഷൻ്റെ ഇന്ദ്രിയാധിഷ്ഠാനം ജലത്തിന് സൃഷ്ടിക്കും, മേഘത്തിനും പ്രജാപതിക്കും സ്ഥാനം, ജനനേന്ദ്രിയം നർത്ഥം. അതേപോലെ തന്നെ സംയോഗസുഖം അനുഭവപ്പെടുന്നതായിട്ടത് താപനിവൃത്തിക്കും മുനെ ഭഗവാന്റെ പായു എന്ന ഇന്ദ്രിയം യമനും മിത്രനും മലവിസർജനത്തിന് സ്ഥാനമാകുന്നു. പായു വിസർജനേന്ദ്രിയം, കീഴ്പ്പെട്ടുള്ള വിസർജനേന്ദ്രിയം 2 ഒന്ന് മുന്നോട്ടും ഒന്ന് പിന്നോട്ടും. അപ്പോൾ മുന്നോട്ടുള്ളതിന് ഒരു ഉപയോഗം കൂടി ഉള്ളതാണ് സന്താന ഉൽപാദനം അല്ലെങ്കിൽ വർധനവ്, വംശവർദ്ധനം.
പിന്നാക്കുള്ളതാവട്ടെ വിസർജനത്തിന് മാത്രവും വന്നു. അത് യമനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ പായു എന്ന ഇന്ദ്രിയത്തിൻ്റെ സാങ്കേതിക നാമം വിസർജനേന്ദ്രിയം. അത് ഇന്ദ്രിയം ഈ യമനും മിത്രനും സ്ഥാനമാണ്. യമനും മിത്രനുമാണ് അവിടുത്തെ ദേവതകൾ എന്നർത്ഥം. ഇനി ഹിംസായ നിരുതേർ മൃത്യോർ നിരയസ്യ ഗുദസ്മൃത പരാഭൂതേരധർമ്മസ്യ തമസച്ചാപി പശ്ചിമ. ഗുദം മലദ്വാരം, ഹിംസായ ഹിംസയ്ക്കും, നിരുതേ നിരുതിക്കും. നിരുതി കന്നിക്കോണിലുള്ള ദേവതയ്ക്കാണ് നിരുതി എന്ന് പറയുക. വടക്ക് പടിഞ്ഞാറേ മൂല, വീടായാലും സ്ഥാനമായാലും ക്ഷേത്രമായാലും എവിടെയായാലും കന്നിമൂല, അവിടെയാണ് നിരുതി എന്ന അസുരൻ വസിക്കുന്നത് എന്നാണ്. മൃത്യു, അത് മൃത്യുവിൻ്റെ ദേവതയായിട്ട് കണക്കാക്കുന്നു. പശ്ചിമ പിൻഭാഗം, പടിഞ്ഞാറ് എന്നും ആവാം പിൻഭാഗം എന്നും ആവാം. പരാഭൂതേ അവമാനത്തിനും, അധർമ്മസ്യ പിൻഭാഗം അധർമ്മം, അവമാനം അധർമ്മം മുതലായിട്ടുള്ള അധമ കാര്യങ്ങളാണ് ഭഗവാന്റെ പിൻഭാഗം പശ്ചിമഭാഗം ആയിട്ട് കണക്കാക്കുന്നത്. നാഡ്യോ നദ നദീനാന്തു ഗോത്രാണാമസ്തി തമ്മതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ. ഭഗവാന്റെ നാഡികളിൽ നിന്നാണ് നദികൾ ഉണ്ടായത്. നദികൾ, പ്രപഞ്ചത്തിലത്തെ നദി ഭഗവാന്റെ നാഡിയാണ്. പിന്നെ പറഞ്ഞു അസ്ഥി സംഹിത. അസ്ഥി അത് അസ്ഥി ഭഗവാന്റെ അസ്ഥിക്ക് തുല്യമായിട്ട് പ്രപഞ്ചത്തിലത്തെ പർവ്വതങ്ങളൊക്കെ അസ്ഥിയാണെന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ ഉണ്ടായി എന്ന് ക്രിയ ചേർത്ത് പറഞ്ഞു. നേരത്തെ പറഞ്ഞ തന്നെയാണ് അതൊക്കെ. അവ്യക്തരസ സിന്ധൂനാം, സമുദ്രത്തിനും രസത്തിനും പ്രളയത്തിനും ആസ്ഥാനം വയറാണ്. അതിവിടെ അടുത്ത ശ്ലോകത്തിലാണ് ഉദരം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 10ഉം 11ഉം ഒന്നിച്ച് പറയേണ്ട ശ്ലോകങ്ങളാണ്. ഭൂതാനാം നിധനസ്യജ എന്ന് പറഞ്ഞാൽ പ്രളയം, നിധനം പ്രളയം. അവ്യക്തരസ സിന്ധൂനാം ഭൂതാനാം നിധനസ്യജ, അവ്യക്തമായിരിക്കുന്ന രസത്തിനും സമുദ്രങ്ങൾക്കും ഒരു മനുഷ്യൻ്റെ മരണത്തിനും ഭഗവാന്റെ വയറാണ് അടിസ്ഥാനം. ഉദരം 11ാം ശ്ലോകത്തിലാണത് മുഴുവനായുള്ള ആശയം. ഉദരം വിദിതം പുംസോ ഹൃദയം മനസ്സപദം. ഹൃദയസ്ഥാനമാകട്ടെ മനസ്സിൻ്റെ സ്ഥാനമാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ധർമ്മസ്യ മമതുഭ്യഞ്ച കുമാരാണാം ഭവസ്യജ വിജ്ഞാനസ്യ തത്വസ്യ പരസ്യാത്മാപരായണം. ധർമ്മത്തിന് നാരദൻ മുതലായിട്ടുള്ളവർക്കൊക്കെ സനൽകുമാരാദികൾക്കും ഭഗവാന്റെ മുഖഭാഗം ചിത്തം അടിസ്ഥാനമാണ്. ഭഗവാന്റെ ചിത്തമാണ് ധർമ്മത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ ബ്രഹ്മാവിനും നാരദനും. ബ്രഹ്മാവ് പറയുമ്പോൾ ഞാനും നിനക്കെന്ന് പറയണം നാരദനോട്. എനിക്കും നിനക്കും അടിസ്ഥാനം ഭഗവാന്റെ ചിത്തം ആണ്. പിന്നെ സനകാദികൾക്ക് രുദ്രനും സത്വത്തിന് മുഖ്യസ്ഥാനം ആകുന്നു. അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനയോ ഗൃജ സുരാസുര നരാ നാഗ കഗാ മൃഗശ്രീസൃഭ. ഞാൻ, നീ, രുദ്രൻ, ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സനകാദി മഹർഷിമാർ, ഇവരെല്ലാം അസുരന്മാർ, മനുഷ്യർ, നാഗങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇവരെല്ലാം വൃക്ഷത്തിൽ ജലത്തിൽ വസിക്കുന്നതായിട്ടുള്ള മത്സ്യാദി ജീവജാലങ്ങളടക്കം എല്ലാം പുരുഷനിൽ നിന്ന് വേറിട്ടതല്ല, സംഗ്രഹിച്ചിരിക്കണം. എല്ലാം ഭഗവാന്റെ അംശമാണ്. ചുരുക്കം ഗന്ധർവ അപ്സരസോ യക്ഷ, അറിയാം, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അപ്സരസുകൾ, രക്ഷോഭൂതഗണോരക പാശവ പിതര സിദ്ധ, മൃഗങ്ങൾ, പശുക്കൾ, പിതൃക്കൾ, സിദ്ധന്മാർ, വിദ്യാദ്ര, ചാരണ, ദ്രുമ, അന്വേഷ വിവിധ ജീവ, എല്ലാ ഇവിടെ കാണുന്നതും ജലസ്ഥല നഭോഗസ എന്ന് പറഞ്ഞാലോ കരയിലെ ആകാശത്ത് വെള്ളത്തിൽ, കരയിൽ കാണുന്നത് വെള്ളത്തിൽ കാണുന്നത് ആകാശത്ത് കാണുന്നത് ജലം, സ്ഥലം, നഭോഗസം ആകാശം. ഗ്രഹക്ഷതാരവ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, തനയിത്നവ ഇടിവെട്ടുന്ന മേഘങ്ങൾ, ഇടിമിന്നൽ, എല്ലാം സർവം പുരുഷ ഏവേദം ഭൂതം ഭവ്യം ഏച്ച, എല്ലാം ഭഗവാന്റെ ശരീരാംശങ്ങൾ തന്നെയാണ്. ഈ 14 ലോകവും ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. തേനേതം ആവൃതം വിശ്വം വിദസ്തി മതിതിഷ്ടതി.
അപ്രകാരം പ്രപഞ്ചം പുരുഷനിൽ നിന്ന് വേറിട്ടതല്ല. പുരുഷൻ തന്നെ പ്രപഞ്ചം, പ്രപഞ്ചം തന്നെ പുരുഷൻ, ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വതിഷ്ഠം പ്രതപൻ പ്രാണോ ബഹിച്ച പ്രതപത്യതോ ഏവം വിരാജം പദവൻ തപ്പത്യാന്തർബഹിപ്പുമാൻ. സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ബഹിർഭാഗത്തുള്ള പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ. സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, സ്ഥിതി ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ സൂര്യനാണ് എന്ത് ചെയ്യണത്? എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത്. സൂര്യൻ ഇല്ലെങ്കിലോ നമുക്കൊന്നും കാണാൻ കഴിയില്ല. വസ്തു അവിടെയുണ്ട്, നമ്മുടെ കണ്ണുണ്ട്, കണ്ണിന് കേടൊന്നുമില്ല, കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ എന്തെങ്കിലും ഒരു ഉറവിടം വേണം, ടോർച്ചോ വെളിച്ചോ ചൂട്ടോ എന്നാൽ കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. കൃത്രിമമായിട്ട് നമുക്കൊരു വസ്തു ഇല്ലെങ്കിൽ, വെളിച്ചം, വസ്തുവല്ല വെളിച്ചം ഇല്ലെങ്കിൽ എന്തിനു സാധ്യമല്ല? കാണാൻ കഴിയില്ല. കണ്ണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, വസ്തു ഉണ്ടായിട്ടും കാര്യമില്ല. ഇതേപോലെ ഉപമയാണ്. ഏത് പ്രകാരം സൂര്യനില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ലയോ, അല്ലെങ്കിൽ സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നുവോ, അതുപോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നു. ഭഗവാൻ ഇല്ലെങ്കിൽ എല്ലാം നിശ്ചലം, അനങ്ങില്ല. ഭൂമി തിരിയില്ല, കാറ്റ് വീശില്ല, പുഷ്പങ്ങൾ പുഷ്പിക്കില്ല, നദികൾ ഒഴുകില്ല, കാറ്റ് വീശില്ല, ഒന്നും സംഭവിക്കില്ല. നിശ്ചല പ്രപഞ്ചമായിട്ട് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അത് എപ്രകാരമാണ് നിശ്ചലമല്ലാതാകുന്നത്? ആ പുരുഷൻ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ പ്രതപത്തെ അന്തർബഹിപ്പുമാൻ. സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് പോലെ വിരാട് പുരുഷൻ ഓരോരോ പുല്ലിലും തൂണിലും തുരുമ്പിലും പ്രവേശിച്ച് ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, രാപ്പകൽ ഉണ്ടാകുന്നു, ഭൂമി തിരിയുന്നു, എല്ലാ ചലനങ്ങളും ആരെ ആസ്പദപ്പെടുത്തിയിട്ടാണ്? വിരാട് പുരുഷനെ, ഭഗവാനെ ആസ്പദപ്പെടുത്തിയാണ് നടക്കുന്നത്. വിരാട് പുരുഷനില്ലെങ്കിൽ ഒരു ചലനവും ഇല്ല. സോമൃതസ്യാഭയസ്യേശോമർത്യമന്നം വിദത്യകാൻ മഹിമേഷ തതോ ബ്രഹ്മൻ പുരുഷത്യ ദുരത്യയാ. ഇനി പറഞ്ഞിരിക്കുന്നു, ഈ പുരുഷൻ യാതൊരു കാര്യത്തെയും എന്താണ് പരാപുരുഷനും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വക സംഗതികളാണ് നമ്മൾ ഭാഗവതമായാലും വേറെ ശാസ്ത്രമായാലും മനസ്സിലാക്കേണ്ടത്. കാരണം ആത്മീയത്തിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറയണത്. രാമൻ അങ്ങനെ ചെയ്തു, കൃഷ്ണൻ അങ്ങനെ ചെയ്തു, കഥകൾ കേട്ടിട്ട് അതിനാണ് എല്ലാവർക്കും പ്രാധാന്യം. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ശ്രീമദ് ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീത, അത് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇതിലൊക്കെ താല്പര്യം ജനിക്കാൻ വേണ്ടിയിട്ടും ഒരു സാധാരണ ലെവലിലുള്ള ഒരാൾക്ക് ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടും വെച്ചതാണ്. നിങ്ങളതല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ്. അത് തെറ്റാണ്. കഥ എവിടെയുണ്ടല്ലോ, ആർക്കാ കഥ മെനഞ്ഞുകൂടാത്തത്? ആ കഥയിലല്ല വസ്തു ഇരിക്കണം. ആ കഥ കൊണ്ട് എന്തുദ്ദേശിക്കണോ അത് മനസ്സിലാക്കാതെ രാമൻ അങ്ങനെ ചെയ്തു, കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു, അച്ഛൻ്റെ സത്യം പാലിക്കാൻ കാട്ടുപോയി, ആവശ്യം തന്നെ. അതൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാവും. പക്ഷേ അത് മാത്രം പോരാ. ഇതിൻ്റെയൊക്കെ അന്തർധാര, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണപ്പോൾ ഇത്രയും പുരാണ ഇതിഹാസം ഉണ്ടാക്കിയിരിക്കണം? അത് ഇതൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം നമ്മൾ മറക്കരുത്. എങ്ങനെ പ്രപഞ്ചം നടക്കണു, ഇത് എവിടുന്ന് ഉണ്ടായി, നമുക്കറിയണ്ടേ? ചേട്ടും അറിയണം. എന്നാലേ മനുഷ്യനും മറ്റ് ജീവികളും തമ്മിൽ വ്യത്യാസമുള്ളൂ. പലരും തർക്കിക്കേണ്ട, അങ്ങനെയാണ് അതിന് ഉത്തരം കാണണ്ടേ? തർക്കിച്ചാൽ മതിയോ? പോരാ. ഇല്ല, അത് പിന്നെ ഈ സംശയം ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ എല്ലാം നമ്മുടെ സംശയത്തിന് ഉത്തരം നൽകുന്ന വിഷയങ്ങളാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും പ്രാധാന്യം കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് പറയാൻ കാരണം. സോമൃതസ്യാഭയസ്യേശോ മർത്യമന്നം വിദത്യകാൽ മഹിമേഷ തതോ ബ്രഹ്മൻ പുരുഷത്യ ദുരത്യയാ. ഇനി ഈശ്വരനും നമ്മളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം പറഞ്ഞിരിക്കുകയാണ്. പുരുഷന് അല്ലെങ്കിൽ പരമാത്മാവിന് യാതൊന്നിനെക്കുറിച്ചും ഭയം ഇല്ല.
എപ്പോഴും ആനന്ദം ഉണ്ട് താനും. ഭയല്ലെങ്കിൽ ആനന്ദം ഉണ്ടാവും ഏറെ വരെയൊക്കെ. ഭയമാണല്ലോ ആനന്ദത്തിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു ഘടകം. അപ്പോൾ ആനന്ദത്തിനെ എന്തൊക്കെയാണ് ഇല്ലാണ്ടേക്കുക? അത് പറയാൻ തുടങ്ങി ഒരുപാടുണ്ട്. നമ്മുടെ വിഷമങ്ങൾ, പൈസ ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും, ആരോഗ്യം ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും, രോഗം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, കലഹം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും, എവിടെയെങ്കിലും യുദ്ധം ഉണ്ടായി ഇപ്പം നമുക്ക് സമാധാനം ഉണ്ടോ? ഇത് വലുതാവുമോ? നമ്മളെ ബാധിക്കുമോ? ഇപ്പം തന്നെ തുടങ്ങി ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസിന് ക്ഷാമം വന്നേക്കുമോ? പേടിയായി. തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും. എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ അത് അവിടെയില്ലേ, പോരാ, സമാധാനിക്കാൻ പറ്റില്ല. അവിടെയാണെങ്കിലും അത് നമ്മളെ ബാധിക്കില്ലേ. ഇതൊക്കെ നമ്മുടെ മനസ്സിലെ ആശങ്കയാണ്, തറ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ആശങ്കകൾ ആർക്കില്ല? സർവേശ്വരനായിട്ടുള്ള ഭഗവാന് ഇല്ല. അതുകൊണ്ട് തന്നെ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. സോ അമൃതസ്യ അഭയസ്യ ഈശോ, ഭയമില്ലാതെ നിൽക്കുന്ന ഈശൻ യാതൊരുവിധ ദുഃഖവും മൃത്യുവും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്നു. യഥത്യകാൽ മഹിമേഷ തതോ ബ്രഹ്മൻ പുരുഷത്യ ദുരത്യയ. പുരുഷൻ്റെ ആ മഹിമയ്ക്ക് പറഞ്ഞ് അറിയിക്കാൻ തക്കവണ്ണമുള്ള അവധിയല്ല ഉള്ളൂ. ആർക്കും തന്നെ ഭഗവാന്റെ മഹിമയെ പൂർണ്ണമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത്രയേറെ മഹത്വമുള്ള ഭഗവാൻ യാതൊന്നിനെക്കുറിച്ചും വേവലാതിപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. നമ്മളൊക്കെ അനുഭവിക്കുന്നത് കർമ്മബലമാണ്. ആ കർമ്മബലം അതും ഭഗവാന് അങ്ങനൊന്നുമില്ല. കർമ്മബലം ഇല്ലെങ്കിൽ ദുഃഖമില്ല എന്നർത്ഥം. നമ്മൾ അനുഭവിക്കുന്ന കർമ്മബലം അത്രേ എന്നാണ് പറയണത്. രോഗമായാലും ദുഃഖമായാലും ദാരിദ്ര്യമായാലും പൂർവജന്മ കർമ്മബലം അനുഭവിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിന് പരിഹാരം ഉണ്ടാവുമോ? പരിഹാരം ഉണ്ടാവില്ല. തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കീഴിൽ ചെയ്ത നല്ല കാര്യങ്ങൾ അനുഭവമായിട്ട് നമുക്ക് വരും. എങ്ങനെയായാലും വരും, പേടിക്കൊന്നും വേണ്ട. അത് അതിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ചെയ്താൽ വരുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടണു. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സുഖം അനുഭവിക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഒന്നും കാര്യമൊന്നുമില്ല. അപ്പം പിന്നെ ദുഷ്കർമ്മങ്ങൾ ഇഷ്ടം പോലെ ചെയ്തുകൂടെ? ദുഷ്കർമ്മങ്ങൾ ഇഷ്ടം പോലെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അടുത്ത ജന്മം അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അടുത്ത ജന്മം ദുഃഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, വിരോധമൊന്നുമില്ല, ആരും തടയില്ല. വയ്ക്കുമോ ദുഷ്കർമ്മം ചെയ്യാൻ? ചെയ്തോളൂ. പക്ഷേ ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കേണ്ടി വരും. എന്നല്ലെങ്കിൽ നാളെ അത് അനുഭവിക്കണം. അപ്പോൾ സൽക്കർമ്മം ചെയ്യണ്ടേ? കർമ്മം ചെയ്യുള്ളൂ, നല്ലതും അനുഭവിക്കാം. എപ്പോൾ? അവിടെ പ്രശ്നം. അത് മനസ്സിലാക്കണം. ഇപ്പോഴല്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ ചെയ്തു, ഗണപതി ഹോമം ചെയ്തു, ഭഗവത് സേവ ചെയ്തു, വേറൊന്നും ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. എന്താ ഒരു സുഖം കിട്ടാൻ? സുഖം കിട്ടും, മെല്ലെ കിട്ടുള്ളൂ. താമസം എടുക്കും ഇതിനൊക്കെ. അതൊന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് ഇപ്പം തന്നെ കിട്ടണമെന്ന് പറയാൻ ദശരഥന് പുത്രൻ ഉണ്ടാവാൻ അശ്വമേധയാഗം നടത്തി അങ്ങനെ ചിലതൊക്കെ ചെയ്താൽ കിട്ടും. അല്ലാതെ ഒരാൾക്ക് സൽക്കർമ്മം ചെയ്താൽ ഉടൻ ബലം കിട്ടില്ല. ദുഷ്കർമ്മം ചെയ്താലും ഉടനല്ല കിട്ടുക. ഇതൊന്ന് നല്ലപോലെ പഠിക്കുക. പക്ഷേ ദുഷ്കർമ്മം ചെയ്യാതിരിക്കുക, നല്ലത് ചെയ്യുക, അത് വേണം. കാരണം ഭാവിയിലെങ്കിലും നമുക്ക് നന്നാവാനും ദുഷ്കർമ്മത്തിൻ്റെ ബലം അനുഭവിക്കാതിരിക്കാനുമാണ് അത്. പെട്ടെന്നല്ല ഇതൊന്നും കാണുന്നത്. കഴിഞ്ഞ ജന്മത്തെ കർമ്മഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ചെയ്താൽ ഇപ്പം തന്നെ നന്നാവില്ല. അപ്പം എന്തിനാ അത് പറഞ്ഞത്? ഇത്തരം കർമ്മഫലങ്ങൾ ഭഗവാന് ബാധകമല്ല, നമുക്ക് ബാധകം ആണ് എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. അതിവിടെ പറയേണ്ടതുണ്ടല്ലോ. കർമ്മഫലത്തെ ആശ്രയിച്ചാണ് നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം, നമ്മൾ അറിയണം. അപ്പോൾ ഒരു സംശയം ഉണ്ടാവില്ല, എന്താണ് ഇപ്പോൾ ദുഃഖം വരാൻ കാരണം? കാരണം നമ്മുടെ പഴയ ജന്മത്തെ
ദുഷ്കർമ്മങ്ങൾ തന്നെ, അംശമൊന്നുമില്ല. ഇപ്പം മേലിൽ നന്നാവാൻ എന്ത് ചെയ്യണം? സത്കർമ്മങ്ങൾ ചെയ്യണം. ഉത്തരമായില്ലേ? ആ ഉത്തരം കിട്ടാനാണ്. ആ കർമ്മഫലങ്ങൾ ആർക്ക് ബാധകമല്ല? അതാണ് പറഞ്ഞത്, ഭഗവാന് ബാധകമല്ല. ഇതിൽ നിന്ന് വ്യത്യസ്തനാണ് ഭഗവാൻ, വ്യത്യസ്തനായിട്ടുള്ള ആളാണ് ഭഗവാൻ. ഇതൊന്നും ഭഗവാന് ബാധിക്കില്ല. അതുകൊണ്ട് പരമാത്മാവ് തികച്ചും ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാകുന്നു. രണ്ടും മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഇനി അടുത്തത്, പാദേഷു സർവഭൂതാനി പുംസസ്ഥിതി വിദോ വിദോ അമൃതം ക്ഷേമോഭയം തിമോനാഥായി മൂർത്തസു. പുംസ പുരുഷൻ്റെ, പാദേഷു പാദങ്ങളിൽ, സർവഭൂതാനി സകല ഭൂതങ്ങൾ എന്ന് സ്ഥിതിവിധ ലോകനില നിൽപ്പ് അറിയുന്നവർ പറയുന്നു. പാദങ്ങളിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. ആ ഭഗവാൻ മരണമില്ലാത്തവനാണ്. അമൃതം, നമുക്കൊക്കെ മരണമുണ്ട്, ആർക്കാ മരണമില്ലാത്തത്? അതിനെക്കുറിച്ച് ചിന്തിക്കണമില്ല, വേണ്ട പോലെ അറിയണമില്ല എന്നുള്ള എല്ലാവർക്കും ഉണ്ട് മരണം, അല്ലേ? പക്ഷെ മരണം ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഈശ്വരനാണ്. അമൃതം മരണമില്ലായ്മയും ക്ഷേമത്തെയും അഭയത്തെയും ശിരസ് കൊണ്ട് ധരിച്ചിരിക്കുന്നു. തൻ്റെ ശിരത്തിൽ ഒരു ആഭരണമായിട്ട് എന്തിനെയൊക്കെ ധരിച്ചിട്ടുണ്ട്? മരണമില്ലായ്മ, അമൃതം, ക്ഷേമം, സദാക്ഷേമം. ദുഃഖം എന്ന് പറയുന്ന അവസ്ഥയില്ല. ദുഃഖമില്ലാത്ത സുഖത്തിൻ്റെ പ്രവാഹം, അതാണ് ക്ഷേമം. അഭയം, നിർഭയതയുണ്ട്. അങ്ങനത്തെ എന്തിനാണ് പേടിക്കണം? അത് ധരിച്ചു കൊണ്ട് ഭഗവാൻ സുഖിയായിട്ടും ആനന്ദിയായിട്ടും വിളങ്ങുന്നു. ഭഗവാനെ വിവരിച്ചിരിക്കുകയാണ് അതിലൊക്കെ. പാദാത്രയോ ബഹിത്വാസൻ അപ്രജാനാന്ത ആശ്രമാഹ അന്തർത്തിലോക്യാത്വാപരോ ഗൃഹമേതോ ബൃഹത്പ്രദ. അപ്രജാനാം, പ്രജകളോട് കൂടാത്തവരുടെ, ആശ്രമ യാതൊരു ആശ്രമങ്ങൾ, ത്രിലോക്യ മൂന്ന് ലോകങ്ങളുടെ പുറമേ, ത്രയപാദ മൂന്ന് പാദങ്ങൾ, അബൃഹത്പ്രദ ബ്രഹ്മചര്യവ്രതത്തോട് കൂടാത്തതായ, ഗൃഹമേത ഗൃഹത്താശ്രമം, ത്രിലോക്യ മൂന്ന് ലോകത്തിൻ്റെ ഉള്ളിൽ അന്യപാദമാകുന്നു. നമുക്കെല്ലാം നമ്മുടെ ഭാവി വംശം വർദ്ധിക്കുന്നത് ഗൃഹത്താശ്രമത്തിൽ കൂടിയിട്ടാണ്, അല്ലേ? പത്നി കൂടിയിട്ടാണ് നമ്മൾ അച്ഛനും അമ്മയാവുന്നത്, കുട്ടികളുണ്ടാവുന്നത്, ഭാവി തലമുറ നിലനിൽക്കുന്നത്. ശരിയാണ്. ആ ഗൃഹത്താശ്രമത്തെ സ്വീകരിക്കാത്തവരാണ് ആര്? നൈഷ്ഠിക ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി മുതലായിട്ടുള്ളവർ. അവർക്ക് പത്നിയോ വംശവർദ്ധനവോ ഇല്ല, സന്താനവർദ്ധനവോ ഇല്ല. ഇവരുടെ മൂന്ന് ആശ്രമങ്ങളും മൂന്ന് ലോകങ്ങളുടെ പുറത്ത് പരമപുരുഷൻ്റെ പാദങ്ങളായിട്ടിരിക്കുന്നു. മൂന്ന് ആശ്രമങ്ങളും. ബ്രഹ്മചര്യവ്രതമില്ലാത്ത ഗൃഹസ്ഥൻ്റെ ആശ്രമമോ മൂന്ന് ലോകത്തിന് ഉള്ളിൽ ഭഗവാന്റെ പരവതമായിട്ടിരിക്കണം. അപ്പോൾ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. ബാക്കി മൂന്നും ഭഗവാന്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മചര്യവ്രതം ഇല്ലാത്ത ഗൃഹസ്ഥൻ്റെ സ്ഥാനം ഭഗവാന്റെ ബാക്കിയൊക്കെ പുറത്തും ആണ് എന്ന് പറഞ്ഞിരിക്കണം. പാദാസ്ത്രയോ ബഹിത്വാസൻ അപ്രജാനാന്ത ആശ്രമാ, പ്രജകളില്ലാത്തതായിട്ടുള്ള ആശ്രമങ്ങൾ പുറത്താണ്. അന്തത്രിലോക്യാത്തവരോ ഗൃഹമേതോ ബൃഹത്പ്രദ, ആ ബൃഹത്പ്രദ ബ്രഹ്മചര്യത്തോട് കൂടാത്തതായ ഗൃഹത്താശ്രമം ത്രിലോക്യ അന്തഃ മൂന്ന് ലോകത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. അന്തർത്തിലോക്യാത്തവരോ ഗൃഹമേധോ, ഗൃഹമേധം ഗൃഹത്താശ്രമം, ഗൃഹത്താശ്രമം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഗൃഹസ്ഥാശ്രമമല്ലാത്ത മൂന്നെണ്ണം, ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, പുറത്തും സ്ഥിതി ചെയ്യുന്നു. രണ്ട് സ്ഥാനം കൽപ്പിച്ചു. ഇത്രയുള്ളൂ. രണ്ടിന് രണ്ടാണല്ലോ. ബ്രഹ്മചര്യവ്രതമുള്ള അനുഷ്ഠാനവും ബ്രഹ്മചര്യം ഇല്ലാത്ത അനുഷ്ഠാനവും രണ്ടും രണ്ടാണ്. അതൊന്നും ഉള്ളാണ് ബ്രഹ്മചര്യവ്രതം ഇല്ലാത്തത്, ഉള്ളത് പുറത്താണ് എന്നും പറഞ്ഞിരിക്കുന്നു. സ്ഥിതി വിചക്രമേ വിശ്വം ശാസനാനശനയുബേ യദ്യവിദ്യാച വിദ്യാച പുരുഷർത്തൂഭയാശ്രയ. വിവിധ ലോകങ്ങൾ പ്രകാശിക്കുന്നവൻ, ശാസനാനശനെ അശനത്തോടു കൂടിയതും കൂടാത്തതുമായ, അശനം ഭക്ഷണം,
ഭക്ഷണത്തോടു കൂടിയും ഭക്ഷണത്തോട് കൂടാത്തതും ആയ ഉഭയശ്രുതി 2 മാർഗങ്ങളെ കൽപ്പിച്ചു. യാതൊന്നും ഏതുമായിട്ട് വിദ്യാച വിദ്യയും അവിദ്യാച അവിദ്യയും, 2നും ആശ്രയം. ഇപ്പം എല്ലാപ്പുറത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ ഭോഗത്തിനും മോക്ഷത്തിനും ആയിട്ട് 2 സ്ഥാനം കൽപ്പിച്ചു. ഒന്ന് ഭോഗത്തിന്, ഒന്ന് മോക്ഷത്തിന്. ഭോഗം പ്രാപഞ്ചികം, മോക്ഷം പ്രപഞ്ചം വിട്ട അവസ്ഥ. അപ്പോൾ ദക്ഷിണായനഗതി എന്ന് പേരുള്ളതാണ് ലോക സുഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രവൃത്തി മാർഗം. ഉത്തരായണഗതി എന്നുള്ളതാണ് എല്ലാം വിട്ട അവസ്ഥ, പ്രപഞ്ചത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന വ്രതം, ആ അവസ്ഥ. അത് 2-ൽ കർമ്മസ്വരൂപവും മറ്റൊന്ന് ഉപാസനാ സ്വരൂപം അല്ലെങ്കിൽ നിവൃത്തി സ്വരൂപം എന്ന് പറയാം. ക്ഷേത്രജ്ഞൻ ഈ 2 മാർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നു. ഗീതയിൽ വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ലോകേഷ്മിൻ ദിവിതാ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിന. അർജുന, 2 വഴിയുണ്ട് ലോകത്തിൽ. 1 പ്രവൃത്തി മാർഗം, 2 നിവൃത്തി മാർഗം. അത്രയേ ഉള്ളൂ. അതിനെ ഇവിടെ പറഞ്ഞു. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുക, ഗൃഹസ്ഥാശ്രമം നയിക്കുക, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, വംശവർദ്ധന ഉണ്ടാവുക, പത്നി മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് ഒരു മാർഗം. മറ്റൊന്നോ ഇതെല്ലാം വിട്ടവസ്ഥ. വാനപ്രസ്ഥൻ സന്യാസിയും അതില്ല. വാനപ്രസ്ഥൻ സന്യാസിക്കും ബ്രഹ്മചാരിക്കും അതില്ല. അത് പ്രവൃത്തിയെ വിട്ട മാർഗങ്ങളാണ്. എന്നാൽ ഈ 2 മാർഗത്തിനും അടിസ്ഥാനം ക്ഷേത്രജ്ഞനാണ്. ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി നിവൃത്തി മാർഗക്കാരനും വേണം, പ്രവൃത്തി മാർഗക്കാരനും വേണം. 2 ആളുടെയും ആശ്രയമാണ് ഭഗവാൻ. ചുരുക്കം അത്രയേ ഉള്ളൂ. അവർക്കും ഈശ്വരനെ വേണം, പ്രവൃത്തി വിട്ടവർക്ക് പ്രവൃത്തി വിടാത്തവർക്കും വേണം, ഈശ്വരൻ്റെ സഹായം എല്ലാവർക്കും വേണം. യസ്മാദണ്ഡം വിരാട് യജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മകാത്ത ദ്രവ്യമത്യാഗ്വാ വിശ്വം ഗോപി സൂര്യ യുവാധവ. യസ്മാത് ഏതൊന്നിൽ നിന്ന് അണ്ഡം ബ്രഹ്മാണ്ഡം യജ്ഞേ ജനിച്ചു. ഭഗവാനിൽ നിന്ന് ബ്രഹ്മാണ്ഡം ജനിച്ചു, ഈ 14 ലോകങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അത്ര അതിൽ ഭൂതേന്ദ്രിയ ഗുണാത്മക, ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ എന്നീ സ്വരൂപത്തോടു കൂടിയ വിരാട്ടും ജനിച്ചു. എന്തൊക്കെയാണ് ഭൂതങ്ങൾ? നമുക്കറിയാം. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി. പഞ്ചഭൂതങ്ങൾ ഭൂതം. ഇന്ദ്രിയം 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി ജ്ഞാനേന്ദ്രിയങ്ങൾ. കയ്യ്, കാല്, വാക്ക്, വായു, വ്യവസ്ഥ കർമ്മേന്ദ്രിയങ്ങൾ. ഭൂത ഇന്ദ്രിയ ഗുണാത്മക. ഏതൊക്കെയാണ് ഗുണം? സാത്വികൻ, രാജസം, താമസം. അപ്പോൾ ഭൂതം പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയം 10, ഗുണങ്ങൾ 3, സാത്വികൻ, രാജസം, താമസം. അവ ഏതൊരു ഭഗവാനിൽ നിന്നുണ്ട്. വിരാട്ട് യജ്ഞേ, വിരാട്ടാണ് ഇതിനെ ജനിപ്പിച്ചത്. സ അവൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ജനിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയല്ല, ജനിപ്പിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയല്ല. എന്ത് ചെയ്യണു? അതിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കും. സൂര്യനെ ഉണ്ടാക്കി സൂര്യനെ ഉദിക്കണം, അസ്തമിക്കണം. ചന്ദ്രനെ ഉണ്ടാക്കി ചന്ദ്രനെ ഉദിക്കണം, അസ്തമിക്കണം. ഭൂമി ഉണ്ടാക്കിയ പോലെ തിരിയണം, വേണ്ടേ? കാറ്റുണ്ടാക്കിയ പോലെ വീശണം. അപ്പോൾ ഓരോന്നിനെയും സൃഷ്ടിച്ച് അതിനെ അതാതിൻ്റെ പ്രവൃത്തിയിൽ വ്യാപൃതരാക്കുക എന്ന ധർമ്മം കൂടി ആര് ചെയ്യുന്നു? വിരാട്ടായിട്ടുള്ള ഈശ്വരൻ ചെയ്യണു. ഭഗവാന് നല്ല പണിയാണ്, വെറുതെ ഒരുപാത്തിരിക്കല്ല. എന്തിനെയൊക്കെ തന്നിൽ നിന്ന് തെറ്റിച്ചുവോ അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുക എന്ന ധർമ്മവും വിരാട്ടായിട്ടുള്ള ക്ഷേത്രജ്ഞന് ഉണ്ട്. യസ്മാത് അണ്ഡം വിരാട് യജ്ഞേ ഭൂത ഇന്ദ്രിയ ഗുണാത്മക. പഞ്ചഭൂതങ്ങൾ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ 10, ഗുണാത്മകം 3, സാത്വിക, രാജസ, താമസങ്ങൾ. അതുകൊണ്ടേ ലോകം നടക്കൂ. പ്രവർത്തിയിരിക്കണമെങ്കിൽ രജോ ഗുണം വേണം, വേണ്ടേ? ഈശ്വരമാർഗം അനുഷ്ഠിക്കണമെങ്കിൽ സത്വഗുണം വേണം. ഉറങ്ങണച്ചാലോ തമോ ഗുണം വേണം. അപ്പോൾ ഇത് 3 ആവശ്യമാണ് ലോകത്തിന്, എന്നാലേ ലോകം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നു ഈശ്വരൻ. തദ്ദ്രവ്യമത്യഗാത് വിശ്വം. ഈ വിശ്വത്തെ പ്രവർത്തിപ്പിക്കുന്നു ഗോപി സൂര്യയുവാധവ. അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. സൂര്യനെ പോലെ. സൂര്യൻ
എങ്ങനെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നുവോ. എന്തിനാണ് ആ സൂര്യൻ്റെ ഉദാഹരണം പറഞ്ഞത്? സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാറ്റിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് അവിടെ സ്ഥിതി ചെയ്യണമല്ലോ. പക്ഷേ ഈ ലോകത്തിൽ എത്ര സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, വലുതുണ്ടോ ചെറുതുണ്ടോ, അവിടെയൊക്കെ സൂര്യൻ്റെ പ്രകാശം എത്തുന്നുണ്ട്. എന്നാൽ സൂര്യൻ അവിടേക്ക് ഓടി വരുന്നുണ്ടോ, സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. ഒറ്റ ദിക്കിൽ നിൽക്കുക. ആലോചിച്ചാൽ അത്ഭുതമല്ലേ. ഏതെങ്കിലും ഒരു പ്രകാശത്തിന് ആ കഴിവുണ്ടോ? നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളൊരു വെളിച്ചത്തിന് ചുറ്റുപാടും വെളിച്ചം ഉണ്ടാവും ഇല്ലേ? അതിൻ്റെ ആ ശക്തിക്കനുസരിച്ചിട്ട് കുറച്ച് വെളിച്ചം കിട്ടും എന്നല്ലാണ്ട് ചിന്തിക്കണം. ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളെ അമേരിക്കയിലുണ്ടാവില്ല കേട്ടോ, അല്ലാത്ത സ്ഥലത്ത് മുക്കിലും മൂലയിലും ഈ സൂര്യൻ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് പ്രകാശിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഓരോ ദിക്കിലും സൂര്യൻ എത്തുന്നില്ല, അവിടെ നിൽക്കുക. എന്നിട്ട് പ്രകാശം എല്ലാ ദിക്കിലും എത്തിക്കണം. പ്രകാശമാണ് എത്തിക്കുന്നത്. അതുപോലെ ഭഗവാൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി എവിടെയാണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, സ്ഥിതി ചെയ്ത് ഈ ലോകത്തെ മുഴുവനും നടത്തുന്നു. അവൻ്റെ ശക്തി എത്രത്തോളമുണ്ട്. തദ്ദ്രവ്യമത്യഗാത് വിശ്വം, ലോകത്തെ മുഴുവനും നടത്തുന്നു. ഗോപി സൂര്യൈവാധവ, ഗോപി എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ. തൻ്റെ കിരണങ്ങളെ കൊണ്ട് സൂര്യൻ എങ്ങനെ പ്രകാശിപ്പിക്കുന്നു ലോകത്തെ? കിരണങ്ങളെ കൊണ്ടാണ് പ്രകാശിപ്പിക്കുന്നത്. സൂര്യനെ അവിടെ നിന്ന് ഇളകണില്ല. അതുപോലെ ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട്, കിരണങ്ങളുടെ സ്ഥാനത്ത് ഇവിടെ ശക്തി കൊടുക്കുക, തൻ്റെ തേജസ് കൊണ്ട് ഈ ലോകത്തെ മുഴുവനും പ്രവർത്തനാത്മകമാക്കുന്നു. ആണ് ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള വിഭൂതി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.